ഹലോ ഗേയ്സ്, അങ്ങനെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ആഗസ്റ്റ് 15 ആയതുകൊണ്ട് തന്നെ നമ്മൾ ഇന്നൊരു ഫ്രീഡം റൈഡ് പോവുകയാണ്. കുറച്ച് ബുള്ളറ്റ് റൈഡേഴ്സ് എല്ലാം കൂടെ ഒന്ന് ചേർന്നിട്ട് ഒരു റൈഡാണ്. അപ്പോൾ നമുക്ക് ഫുൾ വീഡിയോ ഒന്നിച്ച് കാണാം. അപ്പോൾ എല്ലാവർക്കും വീണ്ടും വീണ്ടും വെൽക്കം. നമ്മുടെ ഈ റൈഡ് കോർഡിനേറ്റ് ചെയ്യുന്നത് തിരുവനന്തപുരത്ത് കൈമനത്തുള്ള ശിവജി ഡീലേഴ്സാണ് നമ്മുടെ ഈ റൈഡ് കോർഡിനേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അവരുടെ നേതൃത്വത്തിലാണ് നമ്മൾ ഈ റൈഡ് സ്റ്റാർട്ട് ചെയ്യുന്നത്. രാവിലെ 8 മണിക്കാണ് നമ്മുടെ സ്റ്റാർട്ടിങ് ടൈം പറഞ്ഞിരുന്നത്. നമ്മൾ ഒരു 15 മിനിറ്റ് കൂടെയൊക്കെ വെയിറ്റ് ചെയ്തു. അങ്ങനെ 8:15 അങ്ങനെ സെറ്റായി. അങ്ങനെ നമ്മളെല്ലാവരും കൂടെ ഒന്നിച്ച് റൈഡ് പോകാൻ നിൽക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. വരുന്ന വഴിക്കൊക്കെ ജസ്റ്റ് ഒന്ന് നിർത്തി. ആദ്യം നമ്മൾ പോകുന്നത് വിഴിഞ്ഞം പോർട്ടിലേക്കാണ്. അപ്പോൾ അവിടേക്ക് പോകുന്ന വഴിയിലേക്ക് ചെറുതായിട്ടൊന്ന് മഴയൊക്കെ ചെറുതായിട്ടൊന്ന് നമ്മളെ യാത്രയെ നമ്മൾ ചെറുതായിട്ട് തടസ്സപ്പെടുത്തി. എന്നിരുന്നാലും കുഴപ്പമില്ല. മഴ തോർന്നപ്പോൾ നമ്മൾ വീണ്ടും വണ്ടിയൊക്കെ എടുത്ത് സെറ്റായി അങ്ങോട്ട് പോകാൻ പോവുകയാണ്. മഴയൊക്കെ മാറിയപ്പോൾ റൈഡ് വീണ്ടും സ്റ്റാർട്ട് ചെയ്തു. എന്നാൽ ഇടയ്ക്കൊക്കെ ചെറിയൊരു ചാറ്റൽ മഴയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അത് ആ റൈഡിൻ്റെ ആ ഒരു വൈബിൽ അതൊന്നും കാര്യമൊക്കെ നമ്മൾ മുന്നോട്ട് തന്നെ പോയി. അങ്ങനെ വിഴിഞ്ഞം പോർട്ടിലെത്തി. നമ്മൾ ബുള്ളറ്റിലിങ്ങനെ ഒന്നിച്ചൊരു റൈഡ് പോകുക എന്ന് പറയുന്നത് ഒരു പ്രത്യേക ഒരു എക്സ്പീരിയൻസാണ്. ബുള്ളറ്റ് എന്നല്ല, മറ്റ് ബൈക്ക്, വേറെ ബൈക്കായിരുന്നാലും കാറായിരുന്നാലും ഇങ്ങനെയൊക്കെ റൈഡുകൾ സെറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഏത് വണ്ടിയിലാണോ പോകുന്നത് അത് നമ്മൾ പോകുമ്പോൾ നമുക്കായിരുന്നാലും കാണുന്നവർക്കായിരുന്നാലും കിട്ടുന്ന ഒരു സന്തോഷം എന്ന് പറയുന്നത് വേറൊരു ഇതാണ്. കാരണം കണ്ണിന് അത്രയും നല്ലൊരു കാഴ്ച തന്നെയെന്ന് പറയാം. കാരണം ഒരേ മെത്തേഡിൽ കുറേ വണ്ടികൾ ഇങ്ങനെ പോകുന്നത് കാണാനും ഒരു രസമാണ്. അതേപോലെ തന്നെ ഡ്രൈവ് ചെയ്ത് പോകുന്നവർക്കും ആ ഒരു ഫീല് കിട്ടും. സംഭവം എല്ലാം അടിപൊളിയാണ്. കാരണം നമ്മളോടൊപ്പം വിഴിഞ്ഞത്ത് പോർട്ടിലെത്തി. ഇനി ഇവിടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തിട്ട് ഇനി അടുത്ത സ്ഥലത്തോട്ട് പോകാനാണ് നമ്മുടെ പ്ലാന്. അപ്പോൾ ഇവിടെ എത്തി. ഇവിടുത്തെ വിഴിഞ്ഞം പോർട്ടും കണ്ട് അതേപോലെ തന്നെ കടലൊക്കെ ഒന്ന് കണ്ട് ആസ്വദിച്ച് അതിനുശേഷം നമ്മളിനി അടുത്ത സ്പോട്ടിലോട്ട് പോകും. ഇന്നത്തെ യാത്രയിൽ കൂടെയുള്ളത് നമ്മുടെ സ്വന്തം ചങ്ക് ബ്രോ രാഹുൽ തന്നെയാണ്. ഒരു യാത്ര എവിടെയെങ്കിലും പോകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ നമ്മളെത്തിയാലും അവരെത്താൻ വൈകാറാണ് പതിവ്. പക്ഷേ നമ്മളെത്തുന്നതിന് മുമ്പ്, ഞാനെത്തുന്നതിന് മുമ്പ് ആദ്യം വന്നെത്തി നിൽക്കുന്നത്, എന്നെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത് രാഹുലായിരിക്കും. അങ്ങനെ നമ്മളവിടെ നിന്ന് വരുന്ന വഴിക്ക് തന്നെ ഈ റൈഡ് അങ്ങനെ പൂർണ്ണമാകുന്നത് ശരിക്കും ഇങ്ങനൊരു പതാക ഉയർത്തുന്ന ചടങ്ങിലൂടെ നമുക്ക് പങ്കെടുക്കാൻ പറ്റിയപ്പോഴാണ്. നമ്മൾ അതും കഴിഞ്ഞ് നേരെ പിന്നെ നമ്മൾ പോയത് കോവളത്തേക്കാണ്. കോവളത്ത് പോയി ഇനി അവിടെ കുറച്ച് നേരം നമ്മൾ സമയം സ്പെൻഡ് ചെയ്തതിന് ശേഷം ആയിരിക്കും നമ്മൾ അവിടെ നിന്ന് മടങ്ങാൻ പോകുന്നത്. ഏതെങ്കിലും ഒരു സ്ഥലത്തെത്തി കഴിഞ്ഞാൽ വണ്ടികളിങ്ങനെ നിരത്തി വയ്ക്കുന്നത് നമ്മുടെ ഒരു സ്ഥിരം കലാപരിപാടിയാണ്. പക്ഷേ അത് ഒരു രസമാണ്. ഇങ്ങനെ വണ്ടിയെല്ലാം നിരത്തി വെച്ചിട്ട് അതിലിരുന്നൊരു ഫോട്ടോയൊക്കെ എടുത്ത് വീഡിയോ ഒക്കെ എടുത്ത് അതൊരു വൈബല്ലേ. അങ്ങനെ നമ്മൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് വെച്ചിട്ട് നമ്മൾ നേരെ എത്തിയത് സമുദ്ര പാർക്കിലാണ്. ഇവിടെ പിന്നെ പ്രത്യേക ആകർഷണം എന്ന് പറയുന്നത്, ഇവിടെ ഫോട്ടോഷൂട്ടായിരുന്നാലും വീഡിയോ ഷൂട്ടിനായിരുന്നാലും ഏറ്റവും കൂടുതൽ ആൾക്കാർ സെലക്ട് ചെയ്യുന്ന ഒരു സ്ഥലമാണ്. ചുമർ ചിത്രങ്ങളും അതുപോലെ തന്നെ കൽമണ്ഡപങ്ങളും അങ്ങനെ കുറേ കാര്യങ്ങൾ ഇവിടെ ഉണ്ട്. എവിടെ നിന്നാലും ഫ്രെയിമാണ്. നല്ല ആംബിയൻസാണ്. കടലും അതുപോലെ തന്നെ ഈ ഒരു പാർക്ക് നല്ല വ്യത്യസ്തമായ രീതിയിൽ ചെയ്തിരിക്കുന്നത് കൊണ്ട് തന്നെ ഇവിടെ എപ്പോഴും തിരക്കുണ്ടാവാറാണ് പതിവായിട്ട് കാണുന്നത്.
അവിടെ കുറച്ച് നേരം ഇരുന്നതിന് ശേഷം പിന്നെ നമ്മൾ നേരെ കടൽ കാണാനായിട്ട് അങ്ങനെ സ്റ്റെപ്പൊക്കെ കയറി ചെറിയൊരു സ്ഥലത്തൂടെ നമ്മളിങ്ങനെ കടൽ കാണാനായിട്ട് ചെറുതായിട്ടൊന്ന് അഡ്വഞ്ചർ രീതിയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അഡ്വഞ്ചർ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ കാണുമ്പോൾ മനസ്സിലാവും. ഇതാണ് സംഭവം. അങ്ങനെ നമ്മളിത് ഇവിടെ ഇങ്ങനെ സ്പോട്ടിലെത്തി. അങ്ങനെ ഇവിടെ നിന്ന് കണ്ടു കഴിഞ്ഞാൽ ഒരു പ്രത്യേക ഭംഗിയാണ്. ഒരു സൈഡിൽ പച്ചപ്പും ഒരു സൈഡിൽ കടലും. ആ ഒരു ആംബിയൻസിൽ ഇവിടെ വന്നിരുന്ന് കുറച്ച് നേരം നമ്മൾ കടലൊക്കെ കണ്ട് കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു. കടൽ എത്ര കണ്ടാലും മതിയാവാറില്ല. പലപ്പോഴും പലരും വിഷമങ്ങളൊക്കെ വരുമ്പോൾ കടലിലോട്ട് നോക്കിയിരിക്കുന്നതായിട്ടൊക്കെ പല വീഡിയോയ്ക്കകത്തും സ്റ്റാറ്റസിൻ്റെ അകത്തൊക്കെ നമ്മൾ കാണാറുണ്ട്. അതുപോലെ തന്നെയാണ് സന്തോഷം വരുമ്പോഴായിരുന്നാലും സങ്കടം വരുമ്പോഴായിരുന്നാലും ഈ കടൽ എന്ന് പറയുന്നത് അതിനൊരു അതിർത്തിയില്ലാതെ ഇങ്ങനെ പരന്ന് കിടക്കുന്ന ആ ഒരു ലോകത്തേക്ക് ഇങ്ങനെ നോക്കിയിരിക്കും. ഒരു പ്രത്യേക രസം തന്നെയല്ലേ. അങ്ങനെ നമ്മളിവിടെ കുറച്ചധികം സമയം ഇവിടെ സ്പെൻഡ് ചെയ്ത് ഇവിടെ ഇരുന്ന് ഇങ്ങനെ കടലിലെ കാഴ്ചകളൊക്കെ കണ്ട് പതിയെയാണ് നമ്മൾ ഇവിടെ നിന്ന് പിന്നെ തിരിച്ചത്. അടുത്ത റൈഡ് ഏകദേശം കഴിയാറായി. അപ്പോഴേക്കും നമുക്കിനി അടുത്ത റൈഡിനെ പറ്റിയുള്ള ചർച്ചയും കാര്യങ്ങളൊക്കെയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മളിനി അടുത്ത റൈഡ് ഉടനെ ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ്. അപ്പോഴും ചെറിയൊരു മഴയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ നമ്മുടെ ആ ഒരു റൈഡിൻ്റെ ലെവലും കാര്യങ്ങളൊക്കെ അങ്ങനെ ആയിരുന്നതുകൊണ്ട് തന്നെ ഈ മഴയൊന്നും നമുക്കൊരു പ്രശ്നമായിട്ട് തോന്നിയില്ല. ആ മഴയത്ത് നിന്ന് നമ്മൾ ബാക്കി കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തു. അതിനുശേഷം നമ്മളൊരു ചായയൊക്കെ കുടിച്ചിട്ട് ഇനി പിരിയാനുള്ള പരിപാടിയാണ്. അങ്ങനെ ചായ കുടിക്കാൻ വേണ്ടി നമ്മളവിടെ നിന്നപ്പോഴാണ് എനിക്കൊരു കോൾ വന്നത്. തലേദിവസം എൻ്റെ ഒരു കൂട്ടുകാരൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു മെഡിക്കൽ കോളേജിലൊരു ആൾക്ക് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യണമെന്ന്. അപ്പോൾ റൈഡിൻ്റെ ഇതിൽ ഞാൻ സത്യം പറഞ്ഞാൽ വിട്ട് മറന്നുപോയായിരുന്നു. അപ്പോഴാണ് കോൾ വന്നത്. പിന്നെ ഉടനെ തന്നെ ചായയും കുടിച്ച് നേരെ ഞാൻ പിന്നെ അങ്ങോട്ട് പോയി. ഞാൻ രാഹുലും കൂടെ അങ്ങോട്ട് പോയി. അപ്പോൾ നമുക്ക് അതും ഇമ്പോർട്ടൻ്റ് ആണ്. അങ്ങനെ പിന്നെ നേരെ മെഡിക്കൽ കോളേജിലോട്ടാണ് അവിടെ നിന്ന് പോയത്. എല്ലാവരും കൂടെ ഒന്നിച്ച് ഇറങ്ങാൻ വേണ്ടി നിന്നില്ല. അവരോട് ചായ കുടിച്ചിട്ട് നിൽപ്പുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ നേരെ മെഡിക്കൽ കോളേജിലെത്തി. പിന്നെ അവിടെ പോയി അവരെ കണ്ടു, സംസാരിച്ച് പിന്നെ ബ്ലഡൊക്കെ കൊടുത്തു. പിന്നെ അതിന് ശേഷം നേരെ അവിടെ നിന്ന് പിന്നെ നേരെ വീട്ടിലേക്ക് പോയി. അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ട എല്ലാവർക്കും ഒരുപാട് നന്ദി. നമ്മുടെ ഈ യാത്രയൊക്കെ ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുന്ന കാര്യമൊന്ന് പരിഗണനയിൽ വയ്ക്കുമെന്ന് കരുതുന്നു.